ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എല്ലാവരും? കഴിച്ചു. അപ്പോൾ എന്നെ എല്ലാവർക്കും അറിയാമോ? കുറച്ച് പേർക്ക് അറിയാം അല്ലേ? അപ്പോൾ എൻ്റെ പേരാണ് ആശ. ഓക്കെ. അപ്പോൾ ഞാനായിരിക്കും ഇന്ന് തൊട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് നമ്മുടെ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടോ? കുറച്ച് കുട്ടികളുടെ ടെക്സ്റ്റ് വാങ്ങാനുണ്ട്. അപ്പോൾ വാങ്ങാത്തവരുടെ ടെക്സ്റ്റ് വന്ന് വാങ്ങുക. ഇതിപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ്. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പേജ് നമ്പർ 7. പേജ് നമ്പർ 7, The White Window. The White Window. കണ്ടോ? The White Window. അപ്പോൾ The White Window എന്നുള്ളൊരു പോയമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പോയം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, നമ്മുടെ വീട്ടിൽ മരങ്ങളുണ്ടെങ്കിൽ നമ്മൾ മരങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ ചിന്തിക്കും അല്ലേ? നമ്മൾ പാവക്കുട്ടികൾ നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ ചിന്തിക്കും അല്ലേ? ആ പാവക്കുട്ടികളെ നോക്കുന്നതായിട്ട് നമ്മൾ ചിന്തിക്കും അല്ലേ? അപ്പോൾ പലവിധമായ ക്രിയേറ്റീവ് തിങ്കിങ് ആണ് ഈ ഒരു പോയത്തിൽ ഉള്ളത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ നെയിം എന്താണ്? The White Window. The White Window. ഓക്കെ, The White Window. അപ്പോൾ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. എന്താ, നിങ്ങൾക്ക് നൈറ്റ് ഭയങ്കര ഇഷ്ടമാണോ? നൈറ്റിൽ നല്ല എന്താ നല്ല തണുത്ത കാറ്റുള്ള നൈറ്റ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അപ്പോൾ നൈറ്റ് നിങ്ങൾ സ്കൈയിലേക്ക് നോക്കിയാൽ എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും? എന്താ മൂണുണ്ട്, സ്റ്റാർസ് ഉണ്ട് അല്ലേ? ചില സമയത്ത് നല്ല മേഘങ്ങൾ ഇങ്ങനെ മൂണിന് ചുറ്റും ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ മൂൺ, സ്റ്റാർസ്, സ്കൈ അല്ലേ? ഇതൊക്കെ നമുക്ക് എന്താ കാണാനായിട്ട് നൈറ്റിൽ കാണാനായിട്ട് നമുക്ക് പറ്റും അല്ലേ? അപ്പോൾ നല്ല തണുത്ത് കാറ്റൊക്കെ വീശുന്ന സമയത്ത് നമ്മൾ ആ ചന്ദ്രനെ, നക്ഷത്രങ്ങളെയൊക്കെ നോക്കിയിരിക്കുന്നില്ലേ? അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് അല്ലെ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരും, പാട്ട് പാടിത്തരും അല്ലയോ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ പോയം നിങ്ങൾ കാണാൻ പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? പേരൻസിന് നൈറ്റ് ചന്ദ്രനുള്ള സമയത്ത് നിങ്ങൾ ഈ പോയം നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിന് അല്ലെങ്കിൽ പേരൻസിന് പാടിക്കൊടുക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു പോയം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പേജ് നമ്പർ 8 പോയം ഉള്ളത്. പേജ് നമ്പർ 8 നമ്മുടെ ആ പോയത്തിൻ്റെ നെയിം എന്താണ്? The White Window. അപ്പോൾ പിക്ചർ കാണുന്നുണ്ടോ? അപ്പോൾ ആ പിക്ചറിൽ എന്തൊക്കെയുണ്ട്? മൂണുണ്ട്, സ്റ്റാർസ് ഉണ്ട്, വിൻഡോ ഉണ്ട്, പിന്നെ എന്താ ഒരു ബോയ് കണ്ണ് തുറന്ന് കിടക്കുവാണ് അല്ലയോ? അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പോയം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടീച്ചർ ഒന്ന് വായിക്കാം. ഓക്കെ. ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ. The moon comes every night to peep through the window where I lie, but I pretend to be asleep and watch the moon go slowly by, and she never makes a sound. She stands and stares, and then she goes to the house that's next to me, stealing by on tippy toes to peep and poke asleep maybe, and she never makes a sound. കണ്ടോ? ഒന്നുകൂടെ വായിക്കാം. ഒന്നുകൂടെ നോക്കിയോ? പതുക്കെ വായിക്കാം. ഓരോ വേർഡ്സും ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ. The moon comes every night to peep through the window where I lie, but I pretend to be asleep and watch the moon go slowly by, and she never makes a sound. She stands and stares, and then she goes to the house that's next to me, stealing
on tippy toes to peep at folk asleep maybe, and she never makes a sound. Okay, അപ്പോൾ ഈ പോയിം എഴുതിയതാരാണ്? ജെയിംസ് സ്റ്റീഫൻസ് എന്ന് പറയുന്ന ഒരു കവിയാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. ജെയിംസ് സ്റ്റീഫൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയം എന്താണെന്ന് നോക്കാമല്ലോ. Okay, let's start. The moon comes every night to peep through the window where I lie. The moon comes every night to peep through the window where I lie. The moon എന്താണ്? ചന്ദ്രൻ അല്ലേ? Comes every night to peep through the window where I lie. ഞാൻ എന്താ ഉറങ്ങുന്ന സമയം, നമ്മൾ നൈറ്റാണ് ഉറങ്ങുന്നത്, ഞാൻ കിടക്കുന്ന കുട്ടി, അല്ലെങ്കിൽ എന്താ നമ്മളിപ്പോൾ ഈ ജെയിംസ് സ്റ്റീഫൻസ് എന്ന് പറയുന്ന ഈ പോയിറ്റ് ആണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ ഈ കുട്ടി അല്ലേ, ഈ കുട്ടി ഉറങ്ങുന്ന സമയം നൈറ്റ്, നമ്മൾ നൈറ്റാണ് കിടന്നുറങ്ങുന്നത് അല്ലേ? അപ്പോൾ ഈ നൈറ്റ് ഉറങ്ങുന്ന സമയത്ത് എന്താ, ജനലിൽ കൂടി എന്താ, വിൻഡോ ജനൽ അല്ലേ? നിങ്ങളുടെ വീട്ടിലെ മുറിയിലെല്ലാം ജനലുണ്ട്. അപ്പോൾ ജനലിൽ കൂടെ നമുക്ക് ലൈറ്റ് നോക്കുമ്പോൾ നമ്മുടെ സ്കൈയും സ്റ്റാർസും മൂണും എല്ലാം കാണാം അല്ലേ? നമ്മൾ ഈ പിക്ചർ നോക്കി, വിൻഡോന്റെ അടുത്തായിട്ട് ബെഡിലാണ് കുട്ടി കിടക്കുന്നത്. അപ്പോൾ ആ കുട്ടി നോക്കുമ്പോൾ എന്താ, സ്റ്റാർസും മൂൺസും ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്, ഞാൻ ഉറങ്ങുന്ന ആ സമയത്ത് എന്താ, നമ്മുടെ ജനലിലൂടെ എത്തി നോക്കാൻ, പീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ എത്തി നമ്മൾ നോക്കില്ലേ, എത്തി നോക്കാം, എത്തി നോക്കാൻ ആര് വരുന്നു? ചന്ദ്രൻ, നമ്മുടെ അമ്പിളി അമ്മാവൻ വരുന്നു, മൂൺ. ഓക്കെ, അപ്പോൾ എന്താണ്, ഞാൻ കിടക്കുന്ന ആ സമയത്ത് എല്ലാ രാത്രിയിലും എന്നെ കാണാൻ വേണ്ടിയിട്ട് ചന്ദ്രൻ എന്താ, ജനലിലൂടെ എത്തി നോക്കുന്നു. ഓക്കെ, the moon comes every night, എല്ലാ ദിവസവും രാത്രി, to peep through the window where I lie. ഞാൻ കിടക്കുന്ന നേരം ചന്ദ്രൻ വിൻഡോയിലൂടെ എല്ലാ ദിവസവും രാത്രി വന്ന് എത്തി നോക്കുന്നു. ഓക്കെ, മനസ്സിലായോ? ടു ലൈൻ മനസ്സിലായോ? ഓക്കെ, then next third line. But I pretend to be asleep. Pretend എന്ന് പറഞ്ഞാൽ എന്താണ്, അഭിനയിക്കുക. ഞാൻ എന്താണ്, പക്ഷേ ഞാൻ pretend to be asleep, ഞാൻ ഉറങ്ങുന്നതായി അഭിനയിക്കുന്നു. എന്താ, ചന്ദ്രൻ വന്ന് എത്തി നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, പക്ഷെ എന്താ, ചന്ദ്രൻ അറിയുന്നില്ല ഞാൻ എന്താ ഉറങ്ങാതെ ഉറക്കം നടിച്ച് അഭിനയിക്കുവാണ് എന്ന് ആരറിയുന്നില്ല, ചന്ദ്രൻ അറിയുന്നില്ല. അപ്പൊ എന്താ, ത്രീ ലൈൻ മീനിങ്സ് എന്താണ്, എല്ലാ ദിവസവും രാത്രി ഞാൻ കിടക്കുന്ന നേരം ജനലിലൂടെ ചന്ദ്രൻ വന്ന് എന്നെ എത്തി നോക്കാറുണ്ട്, പക്ഷേ ഞാൻ എന്താ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കും. ഞാൻ ഉറങ്ങുവാണ് എന്നാണ് ചന്ദ്രൻ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കും. ഓക്കെ, and watch the moon go slowly by and she never makes a sound. എന്താണ്, മൂൺ ഇങ്ങനെ ജനലിലൂടെ എത്തി നോക്കുന്നത് എന്താണ്, ചന്ദ്രൻ മൂവ് ചെയ്യും അല്ലേ, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജാലകത്തിലൂടെ ഞാൻ കാണുന്നുണ്ട് ചന്ദ്രൻ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത്, ഞാൻ എന്താ ഉറക്കം നടിച്ച് കാണുന്നുണ്ട്. ഉറക്കം നടിച്ചിട്ടുണ്ടോ, നമ്മൾ ഉറങ്ങുന്ന പോലെ എന്നിട്ട് ഓട്ടോമായിട്ട് നോക്കില്ലേ, നോക്കുമല്ലേ. നമ്മുടെ അടുത്ത് ടെൻഷനെടുത്ത് പറയാണ്, എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, കണ്ണടച്ച് വെച്ചാൽ നിങ്ങൾക്ക് തരാമെന്ന് പറയും അല്ലേ. അപ്പോൾ എന്താ, നമ്മൾ കണ്ണടച്ചിങ്ങനെ ഓട്ടക്കണ്ടിട്ട് നോക്കും അല്ലേ, ഓട്ടക്കണ്ടിട്ട് നോക്കും. അതുപോലെ ഞാനിങ്ങനെ ഓട്ടക്കണ്ടിട്ട് നോക്കുമ്പോൾ എന്താ, ചന്ദ്രൻ ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്ത് പോകുന്നത് എനിക്ക് കാണാനായിട്ട് പറ്റും. And she never makes a sound. പക്ഷെ എന്താണ്, ചന്ദ്രൻ ഒരിക്കലും സൗണ്ട് ഉണ്ടാക്കുന്നില്ല. She never makes a sound. പക്ഷെ ഒരിക്കലും അവൾ ശബ്ദം ഉണ്ടാക്കുന്നില്ല. എന്നെ ഉണർത്തണമെന്ന്
ചന്ദ്രൻ ആഗ്രഹിക്കുന്നില്ല. സൗണ്ട് ഉണ്ടാക്കാതെ പതുക്കെ മൂവ് ചെയ്ത് പോവാണ്. നമ്മൾ ഉറങ്ങുന്ന ഒരാളെ ശബ്ദം നടത്തി വിളിക്കോ? ഇല്ല അല്ലേ? അതുപോലെ എന്താ ഞാൻ കാണുന്നുണ്ട്, ചന്ദ്രൻ ഇങ്ങനെ പതുക്കെ പതുക്കെ പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എന്താ, അവൾ ഒരിക്കലും അതിനെ ഉണർത്താനായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നില്ല. But she never makes a sound. ഒരിക്കലും ശബ്ദം ഉണ്ടാക്കില്ല. പതുക്കെ പതുക്കെ ആയിരിക്കും പോകുന്നേ അല്ലേ? ഇപ്പൊ നമ്മുടെ ചന്ദ്രൻ എന്താണ്, ഇപ്പൊ ഒരു റിയൽ ഫാക്റ്റ് ആണെങ്കിൽ ചന്ദ്രൻ എന്താണ്, നമ്മളെ നോക്കുകയോ അല്ലെങ്കിൽ ചന്ദ്രൻ എന്താണ് നമ്മുടെ മൈൻഡ് അറിയാനോ ഒന്നും പറ്റില്ല അല്ലേ? ചന്ദ്രൻ എന്ന് പറയുന്നത് എന്താണ്, എർത്തിന്റെ ഒരു സാറ്റലൈറ്റ് ആണ് അല്ലേ? ആണ് നമ്മുടെ എന്താണ് ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. പക്ഷെ നമ്മൾ എന്താണ് നമ്മള് കുഞ്ഞുങ്ങളെ എന്താ നമ്മള് ചോറൊക്കെ കഴിപ്പിക്കുന്നത് എങ്ങനെയാ? അമ്പിളിയമ്മാവനെ പിടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചോറ് കഴിപ്പിക്കുക. അല്ലെ, അമ്പിളിയമ്മാവനെ നോക്കി ചിരിക്കുന്ന കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്താ ചോറ് കഴിപ്പിക്കുന്നത് അല്ലേ? നമ്മുടെ കുഞ്ഞു ആവകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെയാ നമ്മൾ അങ്ങനെയൊക്കെയാ ചെയ്യുന്നത് അല്ലേ? അപ്പൊ എന്താണ് അത് പറഞ്ഞ ക്രിയേറ്റീവ് തിങ്കിങ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മളെന്താണ് ചിന്തിക്കുകയാണ്, ഒരു ചന്ദ്രൻ നമ്മളെ നോക്കുന്നുണ്ട്, നമ്മൾ പോകുന്നിടത്തൊക്കെ അത് കൂടെ വരുന്നുണ്ട്, ശബ്ദം ഉണ്ടാകും. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ജനലിലൂടെ വന്ന് നോക്കി എന്താ നമ്മളെ ഉണർത്താതെ നമ്മളെ നോക്കി ശബ്ദം ഉണ്ടാക്കാതെ പോകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം അല്ലേ? അപ്പൊ അത്രയും മനസ്സിലായോ എല്ലാവർക്കും? ആ 5 ലൈൻസ് മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. The moon comes every night to peep through the window where I lie. എന്താണ്, ഞാൻ എല്ലാ ദിവസവും രാത്രി ഞാൻ കിടക്കുന്ന നേരത്ത് ചന്ദ്രൻ വന്ന് വിൻഡോയിലൂടെ എത്തി നോക്കാറുണ്ട്. But I pretend to be asleep. പക്ഷേ ഞാൻ എന്താണ് ഉറങ്ങുന്നത് പോലെ നടിക്കും, അഭിനയിക്കും. Then and watch the moon go slowly by. എന്താണ് മൂൺ ഇങ്ങനെ പതുക്കെ പോകുന്നത് ഞാൻ ഉറങ്ങുന്ന പോലെ നടിച്ചിങ്ങനെ നോക്കി കാണുന്നുണ്ട്. And she never makes a sound. പക്ഷെ അവൾ ഒരിക്കലും ശബ്ദം ഉണ്ടാക്കുന്നില്ല. മനസ്സിലായോ അത്രേ? ഓക്കെ, ഇനി നെക്സ്റ്റ് 5 ലൈൻസ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കി. She stands and stares and then she goes to the house that's next to me. എന്താണ്? She stands and stares and then she goes to the house that's next to me. എന്താണ്? she stands and stares. അവള് ജനലിലൂടെ വന്ന് എന്നെ ഉറ്റു നോക്കുന്നുണ്ട്. ജനലിലൂടെ വന്ന് എന്നെ നോക്കുന്നുണ്ട്, എന്നെ ഉറ്റു നോക്കുന്നുണ്ട്. and then she goes. എന്നിട്ട് അവൾ പോകുന്നു ഇങ്ങോട്ട്. to the house that's next to me. എൻ്റെ അടുത്തുള്ള വീട്ടിലേക്ക് അവൾ പോകുന്നു. എന്താണ്? ജനലിലൂടെ വന്ന് എന്നെ എന്താ ഉറ്റു നോക്കുന്നുണ്ട്. അവിടെ നിന്ന് she stands and stares. അവിടെ നിന്നവൾ എന്നെ ഉറ്റു നോക്കുന്നു. and then she goes. എന്നിട്ട് അവൾ പോകുന്നു എങ്ങോട്ട്? to the house that's next to me. എൻ്റെ അടുത്തുള്ള വീട്ടിലേക്ക് അവൾ പോവുകയാണ്. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നോക്കി. Stealing by on tippy toes to peep and poke asleep maybe. പതുങ്ങി ചെന്ന് അടുത്ത വീട്ടിലുള്ള അടുത്ത വീട്ടിൽ ഇങ്ങനെ ഒരു കുട്ടി കിടന്നുറങ്ങുന്നുണ്ടാവാം അല്ലെ? അപ്പൊ അടുത്ത വീട്ടിൽ ചെന്ന് പതുങ്ങി എന്താ ആ ഉറക്കത്തിലേക്ക് ആ കുട്ടി ഉറങ്ങുന്നത് നോക്കി കാണുവാനായിട്ട് ചന്ദ്രൻ മൂൺ പോകും അല്ലെ? പോകുന്നതായിരിക്കും അല്ലെ? ഇപ്പൊ എന്താ? stealing by on tippy toes to peep and poke asleep maybe. എന്താണ്? പതുങ്ങി കടമാരെ പോകുന്നത് പോലെ, മോഷ്ടിക്കാൻ പോകുന്നത് പോലെ എന്താ മൂൺ പതുങ്ങി അടുത്ത വീട്ടില് കുട്ടി ഉറങ്ങുന്നത് നോക്കുവാൻ വേണ്ടിയിട്ട് എന്താ മൂൺ പോകുമായിരിക്കും അല്ലെ? പിന്നെന്താ? she never makes a sound. എന്താണ്? she never makes a sound എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? എന്താ? ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ആയിരിക്കും നമ്മുടെ മൂൺ പോകുന്നത്. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ എന്താണ്? നമുക്ക് അങ്ങോട്ട് ലാസ്റ്റ് 5 ലൈൻ നോക്കാം.
She stands on stairs and then she goes to the house that's next to me, stealing by on tippy toes to peep at folk asleep maybe, and she never makes a sound. എന്താണ് അവൾ എന്താ അവിടെ നിന്ന് ആ ജനലിൻ്റെ അരികിൽ നിന്ന് എന്നെ ഉറ്റു നോക്കുന്നുണ്ട്. പിന്നെ അവൾ പോകുന്നു ഇങ്ങോട്ടേക്ക്, അടുത്ത വീട്ടിലേക്ക് അവൾ പോവുകയാണ്. എൻ്റെ തൊട്ടടുത്ത വീട്ടിലേക്ക് അവൾ പോവുകയാണ്. സ്റ്റീലിംഗ് ബൈ ഓൺ ടിപ്പി ടോസ്, എങ്ങനെ എന്താ കള്ളന്മാർ മോഷ്ടിക്കാൻ പോകുന്നത് പോലെ ടിപ്പി ടോസ് എന്താണ് പതുക്കെ 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 നടന്ന് അവൾ അടുത്ത വീട്ടിലുള്ള ഉറക്കത്തെ എത്തി നോക്കുവാൻ വേണ്ടി പോവുകയാണ്. എന്താണ് ഷീ നെവർ മേക്സ് എ സൗണ്ട്, അവൾ ഒരിക്കലും ശബ്ദമുണ്ടാക്കില്ല. അപ്പോൾ ഇവിടെ എന്താണ് ജെയിംസ് സ്റ്റീഫൻസ് പറഞ്ഞിരിക്കുകയാണ് ഷീ നെവർ മേക്സ് എ സൗണ്ട്, അവൾ ഒരിക്കലും ശബ്ദമുണ്ടാക്കുകയില്ല എന്ന്. അപ്പോൾ എന്താണ് എന്തൊക്കെ കള്ളത്തരം കാണിച്ചിട്ടും അല്ലേ, ജനലിപ്പുറമൊന്ന് എത്തി നോക്കിയിട്ടും എന്താ അടുത്ത വീട്ടിലേക്ക് സഞ്ചരിച്ചിട്ടും അവൾ ഒരിക്കലും എന്താ ശബ്ദമുണ്ടാക്കാതെയാണ് പോകുന്നത്. അതെന്താ നമ്മുടെ ഈ കവിയെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഷീ നെവർ മേക്സ് എ സൗണ്ട്, അവൾ ഒരിക്കലും ശബ്ദമുണ്ടാക്കാതെയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലായോ? അപ്പൊ നമുക്ക് നോക്കാം. എന്താ നോക്കി, ദ മൂൺ കംസ് എവറി നൈറ്റ് ടു peep through the window where I lie, but I pretend to be asleep and watch the moon go slowly by, and she never makes a sound. She stands on stairs and then she goes to the house that's next to me, stealing by on tippy toes to peep at folk asleep maybe, and she never makes a sound. Okay, പത്രം മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്താ, the moon comes every night to peep through the window where I lie. ഞാൻ കിടക്കുന്ന നേരം എല്ലാ ദിവസവും രാത്രിയിൽ എൻ്റെ ജനലിനരികെ വന്ന് മൂൺ എത്തി നോക്കാറുണ്ട്. But I pretend to be asleep. പക്ഷെ ഞാൻ എന്താണ് ഉറങ്ങുന്നതായി അഭിനയിക്കും. And watch the moon go slowly by. എന്നിട്ട് എന്ത് ചെയ്യും, മൂൺ എന്താ സ്ലോലി മൂവ് ചെയ്യുന്നത് ഞാൻ നോക്കും. ആൻഡ് ഷീ നെവർ മേക്സ് എ സൗണ്ട്, അവൾ ഒരിക്കലും ശബ്ദം ഉണ്ടാക്കാതെയാണ് പോകുന്നത്. Then next, she stands on stairs and then she goes to the house that's next to me. എന്താണ്, അവൾ അവിടെ നിന്ന് എന്നെ ഉറ്റു നോക്കുന്നതായി ഞാൻ കാണുന്നുണ്ട്. പിന്നെന്താ, and then she goes, എന്നിട്ട് അവൾ പോകുന്നു to the house that's next to me, എൻ്റെ അടുത്തുള്ള വീട്ടിലേക്ക് അവൾ പോകുകയാണ്. stealing by on tippy toes to peep at folk asleep maybe. എങ്ങനെയാണ് പോകുന്നത്? stealing by on tippy toes, എങ്ങനെ കള്ളന്മാർ മോഷ്ടിക്കാൻ പോകുന്നത് പോലെ ടിപ്പി ടോസ്, എങ്ങനെ പതുങ്ങി പതുങ്ങി അല്ലേ, നമ്മളിങ്ങനെ പതുങ്ങി, നമ്മൾ കാർട്ടൂൺസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ടോം ആൻഡ് ജെറി ഒക്കെ കാണും അല്ലേ, ടോം ആൻഡ് ജെറി കാണുമ്പോൾ ടോമിൻ്റെ കാല് ഇങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ അല്ലേ, പതുങ്ങി 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 പോകുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ എന്താ മോൾ അടുത്ത വീട്ടിലേക്ക് എന്താ അവിടെയുള്ള അവിടെ ഏതെങ്കിലും കുട്ടി ഉറങ്ങുന്നുണ്ടാകാം, ബേബി ഉണ്ടാകാം അല്ലേ. അപ്പൊ എന്താ ആ വീട്ടിലേക്ക് ഉറക്കം എത്തി നോക്കുവാൻ, അവിടെ എന്ത് നടക്കുന്നു എന്ന് എത്തി നോക്കുവാൻ വേണ്ടി മോൾ പതുക്കെ പതുക്കെ എന്താണ് കള്ളന്മാർ മോഷ്ടിക്കാൻ പോകുന്നത് പോലെ പോവുകയാണ്. ഷീ നെവർ മേക്സ് എ സൗണ്ട്, ഒരിക്കലും ശബ്ദമൊന്നും ഉണ്ടാക്കാതെ. ഓക്കെ, മനസ്സിലായല്ലേ? അപ്പൊ ഈ ഓഥറിന്റെ നെയിം എന്താണ്? ജെയിംസ് സ്റ്റീഫൻസ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളിത് ട്യൂണിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ടീച്ചർ നല്ലതുപോലെ എന്താ പാടി ഓഡിയോ ആയിട്ട് അയച്ചു തരാം, വായിക്കുന്ന ഓഡിയോ ആയിട്ട് അയച്ചു തരാം. ഓക്കെ, അത് മാത്രം ചെയ്യാം. ഓക്കെ, നല്ല ഭംഗിയായിട്ട് ആദ്യം വായിച്ച് പാരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുക, അതുപോലെ ഇത് വായിക്കുന്ന ഓഡിയോ ടീച്ചറിന് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പോയം എഴുതിയ ആളുടെ പേര് പറഞ്ഞു, ജെയിംസ് സ്റ്റീഫൻസ് അല്ലേ, ജെയിംസ് സ്റ്റീഫൻസ്. അപ്പോൾ ജെയിംസ് സ്റ്റീഫൻസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നോ ദ ഓഥർ, എന്താണ് നോ ദ ഓഥർ. അപ്പോൾ നോക്കിയേ, ഈ ഓഥറിനെ കുറിച്ച് നമുക്ക് വായിക്കാം. James Stephen was an Irish author and poet who lived from 1880 to 1950. He grew up in an orphanage in Dublin, Ireland.
His first book of poems was published in 1909. He is known for retelling many Irish fairy tales, folk tales and myths. But he is best known for his fairy tale style of writing and compassion for animals. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ ഓഥറിനെ കുറിച്ച്? ജെയിംസ് സ്റ്റീഫൻസ് വാസ് ആൻ ഐറിഷ് ഓഥർ ആൻഡ് പോയറ്റ് ഹു lived from 1880 to 1950. അപ്പോൾ ഈ ജെയിംസ് സ്റ്റീഫൻ എന്ന് പറയുന്നത് ഒരു ഐറിഷ് ഓഥറാണ്. ഐറിഷ് ഓഥറാണ് ആൻഡ് പോയറ്റ് ഹു lived from, അദ്ദേഹം ജനിച്ചത് ജനിച്ച വർഷം 1880 to 1950, മരണപ്പെട്ടത് 1915 അപ്പോൾ 1880 to 1950 ആണ് ഇദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഐറിഷ് ഓഥറാണ്. ഓഥറാണ്. നെക്സ്റ്റ് ഓക്കെ. ഹി ഗ്രൂ അപ്പ് ആൻ ഓർഫനേജ് ഇൻ ഡബ്ലിൻ, അയർലൻഡ്. ഇദ്ദേഹം ഒരു ഓർഫനാണ്. അദ്ദേഹം ഡബ്ലിൻ അയർലൻഡിലെ ഒരു ഓർഫനേജിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഓക്കെ, വളർന്നു വന്നത്. ഹിസ് ഫസ്റ്റ് ബുക്ക് ഓഫ് പോയംസ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1909. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്ത ഇയറാണ് 1909. 1909 അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്തത്. Then he is known for retelling many Irish fairy tales, folk tales and myths. അദ്ദേഹം വീണ്ടും പ്രസിദ്ധീകരിച്ചത് ഏതൊക്കെയാണ്? ഐറിഷ് ഫെയറി ടേൽസ് കഥകൾ, പിന്നെ ഫോക്ക് ടേൽസ് നാടോടി കഥകൾ, പിന്നെ മിത്തുകൾ അതൊക്കെയാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നത്. പിന്നെന്താ പറഞ്ഞേ? ബട്ട് ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ഫെയറി ടേൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആൻഡ് കമ്പാഷൻ ഫോർ ആനിമൽസ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ജെയിംസ് സ്റ്റീഫൻ എന്ന് പറയുന്ന ഈ ഒരു ഓഥറിനെ ഏത് കാര്യത്തിലാണ് കൂടുതൽ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നത്? എന്ത് കാര്യത്തിലാണ്? ഇദ്ദേഹം എഴുതുന്ന ഫെയറി ടേൽസ് റൈറ്റിംഗ് സ്റ്റൈൽ, അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ, ഒരു കഥ അവതരിപ്പിക്കുന്ന രീതിയിലും, പിന്നെന്താ കമ്പാഷൻ ഫോർ ആനിമൽസിനോടുള്ള കാര്യത്തിലും. അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ ആനിമൽസിനോട് നല്ല ദയുള്ള ക്യാരക്ടറൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ നമുക്ക് അത് വായിക്കാനായിട്ട് നല്ല ഒരു ആഗ്രഹം ഉണ്ടാകും. നമുക്ക് നെക്സ്റ്റ് എന്ത് സംഭവിക്കും എന്ന് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുന്ന തരത്തിലുള്ള പോയംസ് അല്ലെങ്കിൽ അതുപോലെ ഫെയറി ടേൽസ്, ഫോക്ക് ടേൽസ് ഒക്കെ ആയിരിക്കും അദ്ദേഹം എഴുതുന്നത്. ഓക്കെ, ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലായോ? ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് വായിച്ചിരിക്കുക. ജെയിംസ് സ്റ്റീഫൻ്റെ കാലഘട്ടം, അദ്ദേഹം ജനിച്ച തൊട്ട് മരണം വരെ 1880 to 1950. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്ത ഇയർ 1909 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു രണ്ട് ഇയേഴ്സ് ഓർത്തിരിക്കുക. അതുപോലെ അദ്ദേഹം ഒരു ഐറിഷ് ഓഥറാണ് ജെയിംസ് സ്റ്റീഫൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെയാണോ? അപ്പോൾ ഇതിത്രയും ചെയ്ത് തരിക. നമുക്ക് ഈ ഒരു 3 റീഡിങ് ടിക്ക് ദ കറക്റ്റ് ആൻസർ ആണ്, അത് 3 ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, അപ്പോൾ ടിക്ക് ദ കറക്റ്റ് ആൻസർ പഠിക്കുക. ജസ്റ്റ് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. ഓക്കെ, നോക്കി. വാട്ട് ക്യാൻ ദ പോയറ്റ് സീ ഔട്ട് ഓഫ് ഹിസ് വൈറ്റ് വിൻഡോ? ഈ പോയിന്റ് ആ വൈറ്റ് വിൻഡോയിൽ കണ്ടുകൊണ്ടിരുന്നത്? നമ്മുടെ ഈ പോയിന്റ് വൈറ്റ് വിൻഡോയിൽ കണ്ടത്? ദ ട്രീസ്, ദ മൂൺ, അനദർ ഹൗസ്. ട്രീസിനെയാണോ മൂണിനെയാണോ അതോ വേറൊരു വീടാണോ കണ്ടുകൊണ്ടിരുന്നത്? എന്തായിരുന്നു കണ്ടത്? യെസ്, ദ മൂൺ. സെക്കൻഡ് ഓപ്ഷൻ ബി, ദ മൂൺ. ടിക്ക് ചെയ്തോ? ശരി. But what can the poet see out of his wide window? The moon. But the moon എന്നുള്ളത് സ്പെല്ലിംഗ് ഒക്കെ ഞാൻ ചോദിക്കും. സ്പെല്ലിംഗ് ഉൾപ്പെടെ ആയിരിക്കണം പറഞ്ഞു തരേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഓറൽ എക്സാം അല്ല എഴുതുകയാണ്. അപ്പോൾ സ്പെല്ലിംഗ് എന്തായാലും കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, then second question, what is the poet most surprised about? പോയിന്റ് ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയിട്ട് കരുതി വെച്ചിരുന്നത്? അദ്ദേഹത്തിന് സർപ്രൈസ് ഉണ്ടാക്കിയത്?
എന്താണ് ഓപ്ഷൻസ്? That the moon doesn't make a sound. ആ ഒരു മൂൺ ഒരിക്കലും ശബ്ദം ഉണ്ടാക്കിയിരുന്നില്ല. That the moon goes from one house to another, one house to the other. എന്താണ് ആ മൂൺ എന്ന് പറയുന്നത് ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണോ? അതോ that the moon does not know that the poet is aware? ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഓപ്ഷൻ എ. that the moon doesn't make a sound. എന്താണ് ആ ചന്ദ്രൻ അല്ലെ ആ മൂൺ ഒരിക്കലും ശബ്ദം ഉണ്ടാക്കിയിരുന്നില്ല എന്നതാണ് എന്താ നമ്മുടെ ആ പോയത്തിൽ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എന്താണ് ആ പോയറ്റിന് ഏറ്റവും അധികം സർപ്രൈസ് ഉണ്ടാക്കിയത് എന്താണ്? ആ മൂൺ ഒരിക്കലും ശബ്ദം ഉണ്ടാക്കിയിരുന്നില്ല. that the moon doesn't make a sound. the moon doesn't make a sound. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് എന്താ സ്പെല്ലിംഗ് ഒക്കെ ഉൾപ്പെടെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, then third question. Why do you think the poet is pretending to be asleep? എന്താണ് why do you think the poet is pretending to be asleep? എന്തുകൊണ്ടാണ് നമ്മുടെ പോയറ്റ് എന്താ ഉറങ്ങിയതായി അഭിനയിച്ചത്? എന്തുകൊണ്ടായിരിക്കാം? He doesn't want to scare the moon away. He doesn't want to see the moon. He doesn't want his neighbor to see him. എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ? He doesn't want to scare the moon away. ചന്ദ്രനെ ആ മൂണിനെ ഭയപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. He doesn't want to see the moon. ആ ചന്ദ്രനെ കാണാൻ അവന് ആഗ്രഹമില്ലായിരുന്നു, പോയിട്ടിന് ആഗ്രഹമില്ലായിരുന്നു. He doesn't want his neighbor to see him. അടുത്തുള്ള നെയ്ബർ അയൽക്കാരന് എന്താണ് തന്നെ കാണാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. He doesn't want his neighbor to see him. എന്തായിരിക്കാം? ഫസ്റ്റ് ഓപ്ഷൻ he doesn't want to scare the moon away. എന്താണ് ആ ചന്ദ്രനെ ആ മൂണിനെ ഭയപ്പെടുത്താനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ അത് 3 ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അത് എന്താ ടിക്ക് ചെയ്യുക, അതുപോലെ അയച്ചു തരിക. അപ്പോൾ ഈ പോയം റീഡ് ചെയ്ത് സൈൻ ചെയ്തതിന് ശേഷം ഓഡിയോ ആയിട്ടും അയച്ചു തരിക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എല്ലാവരും അതിനുള്ള ആൻസറും പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ച് ചോദിച്ചാൽ മതി, ആൻസർ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മാത്തമാറ്റിക്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ മാത്തമാറ്റിക്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ സിസ്റ്റം. അതിൽ എന്താണ് ന്യൂമറൽസ്, നമ്പർ വേർഡ്സ് ആൻഡ് പ്ലേസ് വാല്യൂ. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണ്. അതൊന്നും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ഇച്ചിരി ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇച്ചിരി വലുതാണ്. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് കുറേശ്ശെ വിധം നമുക്ക് നോക്കാം. ഓക്കെ, ഓവർലോഡ് ആവുന്നില്ല, കുറേശ്ശെ വിധം നമുക്ക് നോക്കാം. ഇപ്പോൾ ടീച്ചർ ഓരോന്നിൻ്റെയും 2 എക്സാമ്പിൾ വെച്ച് ചെയ്തു തരും. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്ത് അയച്ചു തരിക. അപ്പോൾ ടെക്സ്റ്റ് വാങ്ങാനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പോയം ആയാലും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയാലും എന്താണ് ഫോട്ടോ ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് നോക്കി എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കി, ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് റൈറ്റ് മിസ്സിംഗ് ന്യൂമറൽസ് ആണ്. മിസ്സിംഗ് ന്യൂമറൽസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ എന്താണ് എക്സിൽ തന്നെ തന്നിട്ടുണ്ട് 10 ടൈംസ് അല്ലേ? 10 ടൈംസ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു എന്താണ് 100 ആണ്. 100 അങ്ങനെ നമ്മൾ എഴുതുന്ന 100 എന്ന് ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലേ? അപ്പോൾ 10 ടൈംസ് എന്ന് പറയുന്നതാണ് എന്ത് 100 എന്ന് പറയുന്നത്. 10 ടൈംസ് ഈക്വൽ ടു 100. 100. ഓക്കെ, ഇപ്പോൾ 10 ടൈംസ് ഈക്വൽ ടു 100 അല്ലേ? നെക്സ്റ്റ് എന്താണ് 15 ടൈംസ്. 15 ടൈംസ് എന്ന് പറയുന്നത് എന്താണ്? 50 ടൈംസ് എന്താണ് 10 ടൈംസ് ആണ് 100 എന്ന് പറയുന്നത്. 10 ടൈംസ് 10 10കൾ ചേരുമ്പോഴാണ് 100 ആവുന്നത്. ആണല്ലോ? 10 ടൈംസ് ചേരുമ്പോഴാണ് എന്താവുന്നത് 100 ആവുന്നത് അല്ലേ? 10, 20, 30,
30, 40, 50, 60, 70, 80, 90, 100 അല്ലേ? 10 ടൈംസ് ചെയ്യുമ്പോൾ എന്താകുന്നു? 100 ആകുന്നു. അപ്പോൾ 50 ടൈംസ് ചെയ്യുമ്പോൾ എന്താകും? 50 ടൈംസ് ചെയ്യുമ്പോൾ എന്താകും? എന്താകും? 500 അല്ലേ? 500 ഏതാ? 500 അല്ലേ? 50 ടൈംസ് ചെയ്യുമ്പോഴാണ് 500 ആകുന്നത് അല്ലേ? equal to 500 ഈ ടൈംസ് 50 ടൈംസ് അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ 10 1 2 3 4 5 6 7 8 9 10 ഈ 10 എന്ന് 50 ടൈംസ് ആകുമ്പോഴാണ് എന്താകുന്നത്? 500 ആകുന്നത്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് നോക്കിയേ, എന്താണ് 80 ടൈംസ്? 80 ടൈംസ് മനസ്സിലായി? 80 ടൈംസ് 80 അല്ലേ? 80 ടൈംസ് 80 പത്തുകൾ ചെയ്യുമ്പോൾ എന്താവും? ഇതുപോലെ 1 2 3 4 5 6 7 8 9 10 എന്ന് 80 തവണ 80 ടൈംസ് നമ്മൾ ഇതുപോലെ എഴുതുമ്പോൾ ഇതുപോലെ ആകുമ്പോൾ എന്താകും? എന്താകും? 800 എന്താകും? 800 അതിങ്ങനെ നമ്മൾ എഴുതുന്ന 800 എന്ന് 800. ബാക്കി ഒന്നും ചെയ്യുമല്ലോ നിങ്ങൾ? A B C വരെ ചെയ്തിട്ടുണ്ട്, ബാക്കി നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? 10 ടൈംസ് ഈക്വൽ ടു 100. 10 ടൈംസ് ചെയ്യുമ്പോഴാണ് 100 ആകുന്നത്. 15 ടൈംസ് ഈക്വൽ ടു 500. 50 ടൈംസ് ചെയ്യുമ്പോഴാണ് 500 ആകുന്നത്. 80 ടൈംസ് ഈക്വൽ ടു 800. 80 ടൈംസ് ചെയ്യുമ്പോഴാണ് എന്താവുന്നത്? 800. അപ്പോൾ 100 100 500 and 800. ഓക്കെ, മനസ്സിലായോ? അത് ബാക്കി നിങ്ങൾ ചെയ്യല്ലോ. ടെക്സ്റ്റ് ഇതുവരെ കിട്ടാത്തവരെ നിങ്ങൾ എന്ത് ചെയ്യാം? ടീച്ചർ ഫോട്ടോ ഇടും, അപ്പം അത് ബുക്കിൽ ചെയ്യാം. ഓക്കെ, ബുക്കിൽ അത് ചെയ്തായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കി എന്താണെന്ന്? മാച്ച് വിത്ത് കറക്റ്റ് നമ്പേഴ്സ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇത്. മിസ്സിംഗ് നമ്പേഴ്സ് നമ്മൾ ചെയ്തതുപോലെയാണ് കണ്ടുപിടിക്കാനുള്ളത്. എന്താണ്? 50 ടൈംസ്. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം? എന്താണ് 50 ടൈംസ്? അപ്പോൾ 50 ടൈംസ് നമ്മൾ ചെയ്യുമ്പോൾ 50 ടൈംസ് ചെയ്യുമ്പോൾ എന്താണ് നേരത്തെ പറഞ്ഞു? 50 ടൈംസ് ചെയ്യുമ്പോൾ 500 അല്ലേ? 500. അപ്പോൾ ഓപ്ഷൻ എ ഇടത് എവിടെ കിടക്കാണ്? ഓപ്ഷൻ സി അല്ലേ? സിയിലേക്ക് കിടക്കാണ്. അപ്പോൾ സിയിലേക്ക് അത് മാച്ച് ചെയ്യാം. 50 ടൈംസ് ഈക്വൽ ടു 500 ആണ്. 50 പത്തുകൾ ചെയ്യുമ്പോഴാണ് എന്താവുന്നത്? 500 ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് 700. അപ്പോൾ 700 എങ്ങനെയായത്? 700 എങ്ങനെയായി? 70 ടൈംസ്. എത്ര പ്രാവശ്യം നമ്മൾ ടൈംസ് എഴുതി? 70 ടൈംസ്. 70 ടൈംസ് നമ്മൾ ടൈംസ് എഴുതി അല്ലേ? 70 ടൈംസ്. ഓക്കെ, അപ്പോൾ അത് എവിടെ കിടക്കാണ്? 700 ബിയിലാണ്. ആൻഡ് 70 ടൈംസ് എഫിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ എഫിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് എന്താ? സി 90 ടൈംസ്. 90 ടൈംസ് എന്ന് പറയുമ്പോൾ എന്താണ്? 90 ടൈംസ് ടെൻസ് എന്താ? 90 ടൈംസ് നമ്മൾ എഴുതി. അപ്പോൾ എന്താ? 90 ടൈംസ് ഈക്വൽ ടു 900 അല്ലേ? 900. അപ്പോൾ 900 എവിടെ കിടക്കാണ്? ഓപ്ഷൻ സി 19 ടൈംസ്. ബോക്സ് സൈഡിൽ ഓപ്ഷൻ ഇയിൽ കിടക്കാണ് 900. ഓക്കെ, 3 എണ്ണം ജസ്റ്റ് ചെയ്തെന്ന്, ബാക്കി 3 എണ്ണം നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ്? 50 ടൈംസ് ഈക്വൽ ടു 500. അപ്പോൾ അതിലേക്ക് മാച്ച് ചെയ്തു. 700 70 ടൈംസ് ആണ്.
19 tens എന്ന് പറയുന്നത് 900 ആണ്. ഓക്കേ ഓക്കേ ആണോ? ഓക്കേ. നെക്സ്റ്റ് നോക്കി എന്താണ്? റൈറ്റ് ദ മിസ്സിംഗ് ന്യൂമറൽസ്. മിസ്സിംഗ് ന്യൂമറൽസ് എഴുതാൻ വേണ്ടിയിട്ടാണ് മിസ്സിംഗ് ന്യൂമറൽസ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. മിസ്സിംഗ് ന്യൂമറൽസ് പേജ് നമ്പർ 96. മിസ്സിംഗ് ന്യൂമറൽസ്. ഓക്കേ. ഓപ്ഷൻ എ 200 equal to 20 tens. 200 equal to എത്ര ടെൻസ് എഴുതിയിരിക്കുന്നേ? 20 ടെൻസ് അല്ലേ? 20 ടെൻസ്. 20 ടെൻസ് നമ്മൾ 10 എഴുതുമ്പോഴാണ് എന്താവുന്നത്? 200 ആവുന്നത്. 200 equal to 20 tens അല്ലേ? ആണ്. നെക്സ്റ്റ് നോക്കിയേ 700. അപ്പോൾ 700 ആവണമെങ്കിൽ 700 ആവണമെങ്കിൽ നമ്മൾ എത്ര ടൈംസ് എഴുതണം? ടെൻസ് എത്ര ടൈംസ് എഴുതിയാൽ 700 ആകും? 70 ടൈംസ് അല്ലേ? അപ്പോൾ 70 ടൈംസ് അല്ലേ? 70 ടൈംസ് ചേരുമ്പോഴാണ് 700 ആകുന്നത് അല്ലേ? 700 equal to 70 tens. 700 equal to 70 tens. ഓക്കെ, അതെന്താ മനസ്സിലായോ? ബാക്കി ചെയ്യുമോ? 300s ഉണ്ട്. 300s ചെയ്യും. എങ്ങനെയാണ്? എത്ര ടെൻസ് ചേരുമ്പോഴാണ് 300s ആകുന്നത്? ഓപ്ഷൻ ഡി എന്താ? 500s. എത്ര ടെൻസ് ചേരുമ്പോഴാണ് 500s ആകുന്നത്? ഇനി ഈ 100 എത്ര ടെൻസ് ചേരുമ്പോഴാണ് 100 ആകുന്നത്? ഓക്കെ, മനസ്സിലായോ? നമ്മളിത് മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം ചെയ്യുമല്ലോ. ശരി, നെക്സ്റ്റ് നോക്കി എക്സസൈസ്. ഓക്കെ, റൈറ്റ് നമ്പേഴ്സ്. അപ്പോൾ A to J വരെയാണ് നമ്പേഴ്സ് ഉള്ളത്. ഇതിലൊരു എന്താണ് 4 എണ്ണം ചെയ്തു തരാം. ബാക്കി നിങ്ങൾ ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് ഉൾപ്പെടെ 4 എണ്ണം ഇതിൽ ചെയ്തു തരാം. ബാക്കി എന്ത് ചെയ്യാം? നിങ്ങൾ ചെയ്യാം. പഠിച്ചിട്ടുള്ളതായതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. എന്നിട്ടും ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ച് ചോദിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളത് കുഞ്ഞുനാളോട്ട് പഠിക്കുന്ന കാര്യമാണ് അല്ലേ? ആണ്. അപ്പോൾ ഫസ്റ്റ് എന്താ? 503 അല്ലോ. 503 എന്ന് പറയുന്നത് എന്താണ്? 503 കണ്ടോ? നമ്പർ ഇല്ല. എന്താണ്? 503 കണ്ടോ? നെക്സ്റ്റ് ബി 600 5 times 9 ones. ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നത്? 600 പിന്നെ 5 times പിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? 9 ones. ഓക്കെ, 9 ones. അപ്പോൾ 600 അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത്? 600 5 times 9 ones. അപ്പോൾ വൺസിന്റെ പ്ലേസിൽ എത്ര വൺസ് ഉണ്ട്? വൺസിന്റെ പ്ലേസിൽ 9 ones അല്ലേ? 9 ones. ടെൻസിന്റെ പ്ലേസിലോ 5 tens. ഈ ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 6. അപ്പോൾ എത്ര നമ്പർ വന്നു? 659 എന്നാണ് ഉള്ളത്. 659 അല്ലേ? അപ്പോൾ കറക്റ്റ് അല്ലേ? ഹൺഡ്രഡ്സ് അല്ലേ? 100 ടെൻസ് വൺസ് അല്ലേ? നമ്മൾ അങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ എന്താണ്? 600 5 tens 9 ones. എന്തുവായിരിക്കും? 659. ഓക്കെ ആണോ? എഴുതിയോ എല്ലാവരും? എഴുതി. അപ്പോൾ നെക്സ്റ്റ് നോക്കി എന്താണെന്ന്? നെക്സ്റ്റ് എന്താ? 372 372
372 എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ 372 കണ്ടോ 372 ഓക്കെ എഴുതിയോ ഇനി എന്താണ് അടുത്തത് എഴുതിയല്ലോ നെക്സ്റ്റ് എന്താണ് 800 അല്ലേ 800 എങ്ങനെ എഴുതാം 800 എങ്ങനെ എഴുതും 800 അല്ലേ 800 ആണല്ലോ 1s ഉണ്ട് 10s ഉണ്ട് 100s അപ്പോൾ 800 അല്ലേ 800 ബാക്കിയുള്ളത് എഴുതുമല്ലോ 900s 2 10s 900s 2 10s then 400s 7 10s 2 1s 200s next 156 next 900s 1 times 5 ones next 600s 2 ones okay numbers എഴുതാം അത് മനസ്സിലായോ ഓക്കെ നെക്സ്റ്റ് ഓക്കെ എന്താണ് മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ നെക്സ്റ്റ് എന്താണ് നോക്കി ഡ്രോ ലൈൻ ടു മാച്ച് വൺ ഈസ് ഡൺ ഫോർ യു ഡ്രോ ലൈൻസ് ടു മാച്ച് അപ്പോൾ എങ്ങനെയാണ് നോക്കി നമുക്ക് വേണ്ടി ഒരെണ്ണം ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് എ എഴുതാം ബി ആണ് നമുക്ക് വേണ്ടി ചെയ്ത് തന്നിരിക്കുന്നത് എ എഴുതാം 473 473 പിന്നെ എന്താണ് നേരെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് എന്താ കൊടുത്തിരിക്കുന്നത് നമ്മുടെ 100s 1s 10s ആയിട്ടുള്ളത് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ 473 നമ്മൾ എങ്ങനെ എഴുതും 473 നമ്മൾ എങ്ങനെ എഴുതും 473 എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലേ അത് മാച്ച് ചെയ്ത് നമുക്ക് എഴുതിയ 473 അപ്പോൾ അതിനെ 10s 100s 1s 10s 1s ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം അല്ലേ അപ്പോൾ എന്താണ് 100s 10s 1s അപ്പോൾ 100ന്റെ പ്ലേസിൽ ഏത് നമ്പറാണ് കൊടുത്തിരിക്കുന്നത് 4 എന്ത് ചെയ്യുക 400 പിന്നെ 7 10s 1ന്റെ പ്ലേസിൽ 3 എത്ര 1s ഉണ്ട് 3 1s ഓക്കെ 400s 7 10s 3 1s ചെയ്തതാണ് 473 ഓക്കെ അപ്പോൾ ഇത് മാച്ച് ചെയ്തോ എവിടെ കിടക്കാണ് 473 എന്താണ് 3 തേർഡ് ആയിട്ട് കിടക്കാണ് 473 തേർഡ് ആയിട്ട് കിടക്കുന്നു അതിന്റെ ഇതാണ് നെക്സ്റ്റിൽ ഫോർത്ത് വൺ 400 7 10 3 1s കണ്ടോ ഓക്കെ മാച്ച് ചെയ്തോ ഓക്കെ സെക്കൻഡ് വൺ ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ എന്താണ് 560 അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് 560 എന്താണ് 60 ആണല്ലേ 60 അപ്പോൾ 560 എന്ന് പറഞ്ഞാൽ 60 ആണ് അല്ലേ 560 ആണല്ലോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ 10s 1s എഴുതുന്നത്
എത്ര ടെൻസ് ഉണ്ട്? 6 ടെൻസ്. 6 ടെൻസ്. എന്റെ എത്ര ടെൻസ് ഉണ്ട്? 6 ടെൻസ് അല്ലേ? 6 ടെൻസ് ചേർന്നാണ് 500. 6 ടെൻസ് ചേർന്നാണ് 560. അപ്പൊ അതെവിടെയാണ് കിടക്കുന്നത് നോക്കിയേ, കണ്ടോ? ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബി ഫസ്റ്റ് ഓപ്ഷൻ 560, തേർഡില് സെക്കൻഡ് ഓപ്ഷൻ 500 6 ടെൻസും. ഓക്കെ, മാച്ച് ചെയ്തോ? ശരി. ബാക്കി അപ്പോൾ നിങ്ങൾ ബാക്കി രണ്ടെണ്ണം നിങ്ങൾ ചെയ്യുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കി എന്താണ്? നെക്സ്റ്റ് എന്താണ് നോക്കിയേ? റൈറ്റ് ഈച്ച് ന്യൂമറൽ ആസ് എ സം ഓഫ് 100 10s and 1s. അപ്പോൾ എന്താണ് ഇവിടെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിനെന്താ 100s, 10s, 1s ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കി, 464 എന്നാണ് അല്ലേ? 464. അപ്പോൾ അതിനെ നോക്കി 464. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് സം ചെയ്തിരിക്കുന്നത്? 400 അല്ലേ? എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 400 പ്ലസ് എത്ര ടൈംസ്? 6 ടൈംസ്. 6 ടൈംസ് പ്ലസ് എത്ര വൺ? 4 വൺസ്. 4 വൺസ്. അങ്ങനെ നമ്മൾ സം ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ 400s, 6 10s, 4 1s ചേരുവാണ് 464 നമ്മൾ വാങ്ങിക്കണം അല്ലേ? നെക്സ്റ്റ് നോക്കി എന്താണ്? അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ള കാര്യമാണ്. ടെൻസിന്റെ പ്ലേസിൽ നിന്നും 100 പ്ലേസിന്റെയും 10സിന്റെ പ്ലേസിൽ നിന്നും 1സിന്റെ പ്ലേസിൽ നിന്നും ഒക്കെ നമ്മൾ എഴുതാനും അബാക്കസ് പഠിച്ചപ്പോഴൊക്കെ അത് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരുന്നാൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കി, റൈറ്റ് ന്യൂമറൽസ് ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. എന്താണ് നമ്മൾ നേരത്തെ തിരിച്ചാണ് ചെയ്തത് അല്ലേ? 464 വന്നിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്തു? 10s, 1s ആയിട്ടൊക്കെ തിരിച്ചു. ഇവിടെ എന്താ 100s, 10s, 1s ആയിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ അതെന്താ നമ്പർ ആയിട്ട് എഴുതണം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ എ എന്താണ്? 100 പ്ലസ് എന്താ 7 ടൈംസ് പ്ലസ് എന്താണ് 7 ടൈംസ് പ്ലസ് 4 വൺസ് അല്ലേ? ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക? 100 അല്ലേ? അപ്പോൾ 100ന്റെ പ്ലേസിൽ 1 ആണ്, 10സിന്റെ പ്ലേസിലോ 7 ആണ്, 1സിന്റെ പ്ലേസിൽ 4. അപ്പോൾ എന്താ നമ്മൾ വായിക്കുക? 174 അല്ലേ? അപ്പോൾ 174 എന്നാണ് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. ആണല്ലോ? ആണ്. അപ്പോൾ ബാക്കി എന്താണ് ചെയ്യാൻ അറിയാമല്ലോ? അപ്പോൾ അത് ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ അത് അറിയാമല്ലോ? നമ്മൾ നേരത്തെ എന്താണ് ചെയ്തതുപോലെ തന്നെയാണ്. നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, നമ്മളത് എന്താണ് 100s, 10s, 1s ആയിട്ട് എഴുതി. ഇതിപ്പോൾ എന്താ 10s, 1s, 100s ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ എന്താ നമ്പേഴ്സ് ആക്കി എഴുതി. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലോ? അപ്പോൾ അത് എഴുതുമല്ലോ. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ എന്താ ടെക്സ്റ്റിൽ ചെയ്യാം. ടെക്സ്റ്റ് വാങ്ങിക്കാത്തവർ എന്ത് ചെയ്യുക? ബുക്കിൽ അത് എടുത്ത് എഴുതുക. ഒരു ഫോട്ടോ തന്നിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം ബുക്കിൽ എഴുതുക. അപ്പോൾ നമുക്ക് ഇത്രയും എന്താണ് ഹോംവർക്കായിട്ട് എഴുതാം. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിലേക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.